എല്ലാ മശായിഖുമാരും അവരുടെ തരീഖത്തിൽ മുരീദുമാർക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കലുണ്ട്. എൻ്റെ തരീഖത്ത്, ഈ പറഞ്ഞ തരീഖത്ത്, വേറെയും തരീഖത്ത് ഉണ്ട് എങ്കിലും ഈ തരീഖത്തിൽ ഉള്ള ദിക്ർ എല്ലാവർക്കും ചെല്ലാൻ വളരെ എളുപ്പമാണ്. ഒന്ന് എൻ്റെ സംസാരം കേൾക്കുന്നവരപ്പം തന്നെ ഒന്ന് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇതാണ് ഒന്ന് ഇസ്തിഗ്ഫാർ. അത് 100 പ്രാവശ്യം. പിന്നെ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ബിസ്മിയിലുള്ള 3 ഇസ്മുകളാണ്. ഒന്ന് അള്ളാഹ്, ജലാലത്തിൻ്റെ ഇസ്മ്, രണ്ടാമത്തത് റഹ്മാൻ എന്ന സിഫത്ത്, മൂന്നാമത്തത് റഹീം എന്ന സിഫത്ത്. അപ്പോൾ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം ഇത് രണ്ടും 100 പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 100 പ്രാവശ്യവും, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന് 100 പ്രാവശ്യവും അസറിൻ്റെ ശേഷം മുതൽ കിടക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് എല്ലാ ദിവസവും ചെല്ലണം. അതിന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സനദ് പ്രകാരം ഗൗസുൽ ആദമിലേക്ക് ചെല്ലുന്ന സനദ് പ്രകാരം നിങ്ങൾക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു, സമ്മതം തന്നിരിക്കുന്നു. ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം. അത് ചെല്ലാൻ പ്രയാസമല്ല, വളരെ എളുപ്പമാണ്. പിന്നെ രാത്രി വേറെ ഒരു തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു, അത് സർഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തുള്ള സ്ഥലമാണ്, ഇന്ത്യൻ്റെ പുറത്തല്ല, പഞ്ചാബിലാണ് സർഹിന്ദ്. അവിടെയാണ് ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി എന്ന് പറയുന്ന തരീഖത്ത് നഖ്ശബന്ദിയയുടെ ഷെയ്ഖായ ഷെയ്ഖ് ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ, അവർ ഉസ്ബെക്കിസ്ഥാനിലാണ് ഷെയ്ഖ് ബഹാഉദ്ദീൻ നഖ്ശബന്ദി. അവരുടെ ശിഷ്യനായ ഷെയ്ഖ് മുഹമ്മദ് ബാക്കില്ല റളിയല്ലാഹു അൻഹു, അവരെ ഖബർ ഡൽഹിയിലാണ്. അവരെ ഇന്ത്യയിലേക്ക് അയച്ചതായിരുന്നു. പക്ഷെ അവർ ഖിലാഫത്ത് കൊടുത്തത് അവരുടെ ശിഷ്യനായ ഷെയ്ഖ് അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു അവർക്കാണ്. അവർ പഞ്ചാബിൽപ്പെട്ട സർഹിന്ദ് എന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത്. അവിടെ തന്നെയാണ് വഫാത്തായത്, അവിടെ തന്നെയാണ് അവിടുത്തെ ഖബറും ഉള്ളത്. അവരുടെ തരീഖത്തും വളരെ വിശാലമാണെങ്കിലും അതിൽ ചുരുങ്ങിയ 2 ദിക്ർ, ഒന്ന് അല്ലാഹ് 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 എന്ന് 100 വട്ടം സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയാം 100 വട്ടം. പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 100 വട്ടം അവിടെ. ഖുർആനിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി പാതിര സമയത്ത് പൊറുക്കലിനെ തേടുന്നവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സമയത്തും പൊറുക്കലിനെ തേടുന്നതിന് പുറമെ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പാതിര സമയത്ത് പൊറുക്കലിനെ തേടുന്നവർ എന്ന് കാമിലായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി
സുബഹിൻ്റെ മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും എഴുന്നേറ്റ് വുളൂ ചെയ്ത് 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നിങ്ങനെ ചൊല്ലുക. പിന്നീട് അല്ലാഹ് 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 എന്നിങ്ങനെ ആരും അറിയാത്ത സമയമാണല്ലോ. അപ്പോൾ വേറൊരാൾ കേൾക്കാത്ത സമയമാണ്. അഥവാ കേട്ടാൽ ഭാര്യ കേൾക്കും, ഭാര്യകൾ ചെല്ലുന്നത് ഭർത്താവും കേൾക്കും, വേറെ ആരും കേൾക്കൂല. അങ്ങനെ ആരും അറിയാത്ത രഹസ്യമായ സമയത്ത് ഭാര്യനെയും വിളിച്ചുണർത്തി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ വിളിച്ചുണർത്തി രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ അല്ലാഹു 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 എന്ന് 100 പ്രാവശ്യവും അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 100 പ്രാവശ്യവും പാതിര സമയത്ത് ചൊല്ലിയാൽ അതും നമുക്ക് നമ്മുടെ ഈമാൻ കട്ടിയാവാനും ഈമാൻ ശക്തിയാവാനും ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതെ നിലനിൽക്കാനും സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അത് ചെല്ലാൻ വേണ്ടി സമ്മതം നൽകുകയും ചെയ്യുന്നു.